ഓം മഹാകാളി അമ്മേ ദേവി. വാകിളിയേ വരുകിളിയേ പാലും പഴവും തരാങ്കിളിയേ. സ്വാമിയെ എന്നെ വിളിക്കാൻ പോകുന്നില്ല, ഞാനിവിടെ ആളുണ്ട്. തമ്പിപ്പിള്ള ഇതെപ്പോഴാ വന്നേ? അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ലല്ലേ, വരുമ്പം വരും പോകും അല്ലേ. സ്വാമി ഇത് ഏത് കിളിയെ കൈവിട്ട് വിളിക്കണം? ചിറകില്ലാത്ത വല്ല കിളികളും ആണോ? അല്ലടോ, എന്റെ തത്ത എങ്ങോട്ടോ കൂട് വിട്ട് പറന്നുപോയി. അത് കലക്കി സ്വാമിയെ മടുത്തു കാണുന്നു. അല്ലടോ, ഇനി തത്തയില്ലാതെ ഞാൻ എങ്ങനെ പ്രവചനം നടത്തും? എന്റെ ദൈവമേ. സ്വാമിയെ തത്തക്കൂടും പിടിച്ചോണ്ട് ഫലം പറയണ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഹൈടെക് ആണ്, ഹൈടെക്. ഞാന് ഹൈടെക് തന്നെയാ പിള്ളേ. പിന്നെ തത്ത വിട്ടുപോയപ്പോ ഒരു വിഷമം. തത്ത പോയാൽ എന്താ, സപ്തസ്വാമി എന്നുള്ള പേര് കിട്ടിയില്ലേ, അത് പോരെ. എനിക്കത് പറയാം. എന്റെ എല്ലാ ഐശ്വര്യങ്ങളും കാരണം ആ പൈങ്കിളിയായിരുന്നു. പൈങ്കിളിയാ? അതാര്? എന്റെ തത്തയുടെ പേരാടോ അത്. ഒരു കണക്കിന് തത്ത പറന്നു പോയത്, അല്ലെങ്കിലേ വന്യജീവി സംരക്ഷണ കേസിൽ സ്വാമി അകത്തായി പോയാണ്. തത്ത എന്താണോ, വന്യജീവിയാണോ? നിയമത്തിലെ അങ്ങനെ പറയാം. വിറയ്ക്കാൻ വേണ്ടി പറഞ്ഞോളൂ. ഫോണാണോ? ഹലോ, ഹരിപഞ്ചായത്തിലെ യോഗീശ്വര സ്വാമികൾ സ്പീക്കിംഗ്. എന്തേ, ജാതകം നോക്കാനോ? ഈ മാസം സമയമില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, പേരും നാളും കൂടെ വാട്സപ്പ് ഒന്ന് ചെയ്യും. ഞാൻ ഗൂഗിൾ പേ നമ്പർ അയച്ചേക്കാം, പൈസ ഇടണേ. ഇതാണ് കാര്യം. പൈസ ചോദിച്ചാൽ അപ്പൊ കട്ടി. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെയും കാണാനില്ലല്ലേ. പറയുമ്പോ ഒരു കുമ്മു വേണ്ടേ, എങ്കിലല്ലേ സ്വാമിക്ക് ഒരു വില ഉണ്ടാവും. ഇപ്പൊ തന്നെ ഒരു വിലയില്ലാത്ത രീതിയിലാ സ്വാമി ആൾക്കാർ കാണുന്നത്. അതെന്താ പിള്ളേ അങ്ങനെ? ഹരിപഞ്ചാന സ്വാമികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പഞ്ചില്ലേ? പഞ്ചുണ്ട്. പഞ്ചാരടി സ്വാമി എന്നാണ് ഇപ്പൊ നാട്ടുകാർ വിളിക്കുന്നത്, അറിയോ? ഏത് തെണ്ടി പരിചയം പറഞ്ഞത്? നോം ഭക്തവത്സലനാണ്, ഭക്തവത്സലൻ. എന്റെ പഞ്ചവർണ്ണം, യോ എന്റെ പഞ്ചവർണ്ണം. എന്റെ പഞ്ചവർണ്ണം സ്വാമിയുടെ അല്ല. ഹലോ പഞ്ചവർണ്ണം കണ്ണേ, ഞാനിപ്പോ എത്താം. വന്നിട്ടേ ഞാൻ പോട്ടെ. നമുക്കുള്ള കോമരേഴ്സ് എവിടെ പിള്ളേ? സമാധാനപ്പെടും. കഷ്ടപ്പെട്ടെടുത്തതാ. അരയെന്ന് പറഞ്ഞിട്ട് ഇത് കോട്ടറേ ഉള്ളൂ. അത്ര പൂച്ചാ മതി, ഇവിടെ സർപ്പന്തുള്ളതൊന്നുമില്ലല്ലോ. അപ്പോഴേതാണ് ഞാൻ പോട്ടാ. ഇള്ള സേവിക്കുന്നില്ലയോ? ഇതിൽ സേവിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാലേ അവള് വെട്ടി നിറയ്ക്ക് പലഹാരം ആക്കും. അപ്പേ സ്വാമിയേ പോട്ടാ. എന്റെ ഇല്ല ഉള്ളതാണ്. ആ സ്വാമിയുടെ അടുത്ത് രണ്ടെണ്ണം അടിച്ചിട്ട് വന്നാൽ മതി. തന്നെ അവിടെ ഒരു കിളി പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന കല്ലി നീ ഇവിടെ നിൽക്കണ. പഞ്ചവർണ്ണമേ പാൽക്കുടമ്പേ കൊഞ്ചിയാടാ പാടി. എന്താ പഞ്ചവർണ്ണം? കോപ്പടാതെ இப்ப டைம் என்னாச்சு? 8:10. காலையில கடைகளில பலகாரம் கொடுக்கணும் உங்களுக்கு தெரியாதா? ഞാൻ നമ്മുടെ സ്വാമിയെ കാണാൻ പോകല്ലേ. പെണ്ണങ്ങാതെ அடிக்கடி போய் பார்க்கிறதுக்கு அவருது பெரிய தேவடுவா வெங்காய சுவாமி. അങ്ങനെയൊന്നും പറയല്ലേ പഞ്ചവർണ്ണം. സ്വാമി നമുക്ക് വേണ്ടപ്പെട്ടവർ. മനസ്സിലായ? சரி சீக்கிரம் பலகாரங்கள் எடுத்து கடைகளில் கொண்டு கொடுக்குங்க.
ഞാനോ പഞ്ചാബ് ആ ഷൺമുഖനോടെ അവരിതുവരേക്ക് വരട്ടെ. അവൻ എതുവരേക്കും വരില്ല ആ ഭൂതം അവനെയൊക്കെ ഞാൻ എനിക്കറിയാം നിങ്ങൾ എന്നെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് എന്ത് തരും എന്നതിനെ പറ്റി എനക്കാണോ തന്നാലുണ്ടല്ലോ താമൂല നീ ഞാൻ ജോലിയുടെ ഉച്ചനിലയിൽ എത്തപ്പോഴാണ് ജോലി ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠമാണെന്ന് എന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞു. അത് തന്നെ മുതലാളി എനിക്കും അങ്ങോട്ട് പറയാം. അടുത്ത മാസം മുതല് എന്റെ ശമ്പളം കൃത്യമായി തന്നില്ലെങ്കിൽ ശമ്പുവന്റെ പാട്ടിന് പോകും. ഏത് കൂട്ടുകാരെ നീ പാടാൻ പോണത്? ബാക്കിയല്ലേ ഞാനിവിടെ നിന്ന് പോയാലേ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ആളെ കിട്ടിയ മുതലാളി ഇക്ഷ ഇട്ട വരയ്ക്കും ഇവിടെ കിടന്നു. ஏய் சண்முகா, எங்க சும்மா மாதிரி அடிச்சு நிக்கிறது? சீக்கிரம் பாதிக்கு வா. കാരണം പലഹാരം കൊണ്ട് കൊടുക്കുന്നതിന് പോകുന്നതിന് മുമ്പ് കഴിക്കാൻ പറ്റുന്ന കൂടെ തരട്ടെ. ചെന്നിട്ട് സഹിക്കാൻ വയ്യ. നീ രാവിലെ ഒന്ന് ദുബൈയിലെ കാര്യം കേട്ടിട്ടില്ലേ? രാവിലെ ഒരു 10-15 ഇഡലിയെ കഴിച്ചു. അതാണെങ്കിലോ അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നപ്പോഴേക്കും കത്തി. ചെന്നിട്ടല്ലേ മോഹൻലാലി അത്ര ഇഡലി കഴിച്ചില്ലേ? അത് മതി, ഇവിടെ ഒന്നുമില്ല. പലഹാരം കൊണ്ട് പോരാ. ഇവിടെ ശാന്തിയുടെ കാര്യം ഞാൻ അകത്ത് പറയട്ടെ. ഏത് ശാന്തി എന്തേത് ശാന്തി? നമ്മുടെ ബേക്കറി കടയിലെ ശാന്തി. ഇവിടെയുള്ള മുതലാളിയുടെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം മുതലാളി. അഞ്ചാകണം ഈ 10,000 വേറെ ചോല കൂട്. അത് കാര്യം ഞാനങ്ങോട്ട് എന്ത് പറയുന്നത് ആദ്യം വന്നിട്ട് അവർക്കല്ലേ വണക്കം പറഞ്ഞത്? ഞാനല്ലേ പോലെ അത് മുതലാളി അതൊരു ശ്രീരക്ഷ വരുമാനമാണ് പോലെ. അതുകൊണ്ടാണ് മുതലാളി ഇപ്പോഴാത്തിന് മാഡത്തിന് വണക്കം പറഞ്ഞത്. അത് വേണ്ട, അത് വേണ്ട. ശരിക്കും മുതലാളിയാണ്. ശരിക്കും മുതലാളി. എന്തിനാ നീ വിളിക്കുന്നത്? മുതലാളിക്ക് ത്രിവിക്രമൻ വെള്ളത്തമ്പി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പവർ മൊത്തം മാഡത്തിന്. എന്താണ് അടുത്ത പൈല്? എന്റെ പേരിനോടൊരു പുച്ഛം. ആലന്തരവും നോക്കി വേണം സാധാരണ ആളുകൾക്ക് പേര്. ഈ കോഞ്ഞോട്ട ശരീരമുള്ള മുതലാളിയുടെ പേര് ത്രിവിക്രമൻ വെള്ളത്തമ്പി. ഇതിൽ ഏതായി സ്ത്രീ? വേണ്ടായേ, അത് കാണാനുള്ള പ്രാണിയിരിക്കില്ലേ? ആചാരം വെച്ച് ഈ 10,000 എന്ന് പണിക്ക് വെച്ചു അന്ന് തുടങ്ങി എന്താ ഈ ബട്ട്ലർ ശമ്പളം ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് മുതലാളിയാക്കിയത്. മുതലാളി മറക്കരുത് മുതലാളി. അല്ല ശരിക്കും മുതലാളി. ഓ ശരി ശരി മാഡം. ആ പാടെ റെഡിയാണെന്നാ തോന്നാ. ശരിക്കും മുതലാളി. നിന്നെ ഞാൻ ശരിയായി കാണുന്നുണ്ടോ മകനെ? അയ്യോ തമ്പിയോ എന്തിനു വെച്ചുമ്പി ഓടി കഥയ്ക്കുന്നത്? എന്തിനുണ്ടായി? ഇനി എന്തൊരുണ്ടാവാ, എല്ലാം പോയല്ലയാ മച്ചമ്പി ഈ കാര്യങ്ങൾ തെളിച്ചു പറ. അളിയാ നമ്മളെ തവളക്കുഴി സഹകരണ ബാങ്കും പൊട്ടിയളിയാ. അങ്ങനെ നമ്മളെ നിക്ഷേപങ്ങളെല്ലാം ഭരണകക്ഷിയുടെ തവളകൾ വിഴുങ്ങിയെന്ന്. എപ്പ? എന്റെ അളിയാ 115 കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത്. 115? അളിയാ 115? അളിയാ 115 കോടി രൂപ നമ്മളെ പോയളിയാ. ഓ അളിയോ അളിയാ 115 കോടി പോയളിയാ. അളിയാ അളിയോ പെങ്ങളെ പഞ്ചവണ്ണം ഒന്ന് ഓടുക. നിന്റെ വേളത്തിലൊന്നും ഈ ഹരിപഞ്ചായത്തിന്റെ അടുത്ത് എടുക്കരുത്. ഇങ്ങോട്ട് ഇറങ്ങി വരരുത്. വന്ന് കൂട്ടി കയറാൻ. അങ്ങനെന്താ വീട് കൂടാക്കിയ? എന്റെ ദൈവമേ, നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ വളത്തിലൊന്നും എന്റെ അടക്കം നടക്കത്തില്ല. അയ്യോ സ്വാമി, ഒരബദ്ധം പറ്റിയതാ. സീനാക്കരുത്, ചതിക്കരുതേ. ആ താനെന്താ ഇവിടെ? സ്വാമിജി വിവരങ്ങളൊന്നും അറിയില്ലേ? അഹം ബ്രഹ്മാസ്മി, നാം ഒക്കെയും അറിയുന്നവൻ. ബാങ്ക് പൊട്ടിയ വിവരം സ്വാമിജി ഇതുവരെ അറിഞ്ഞില്ലേ? തന്റെ വീട്ടിലെ ടാങ്ക് പൊട്ടിയില്ല, എനിക്കെന്താ കാര്യം? വീട്ടിലെ ടാങ്ക് അല്ലേ സ്വാമി, ബാങ്ക്. ബാങ്കോ? ഏത് ബാങ്ക്? നമ്മുടെ തവളക്കുഴി ബാങ്ക്. കരുവഞ്ചൂർ ബാങ്കൊക്കെ പൊട്ടിയതുപോലെ നമ്മുടെ തവളക്കുഴി ബാങ്കും പൊട്ടി. 115 കോടിയാ അവര് തട്ടിയെടുത്തത്. ഓ അത്രേ ഉള്ളൂ.
താനെന്താ പറഞ്ഞേ? തവളക്കുഴി ബാങ്ക് പൊട്ടിയെന്നോ? മഹാദേവ, മഹാരുദ്രായ, ചതിച്ചോ? അതെ, ചതി തന്നെയാ സ്വാമി. ഭരണസമിതി ഉള്ളവന്മാരെ നിക്ഷേപകരെ ചതിച്ച്. ആത്മീയതയിലൂടെ ഞാൻ സമ്പാദിച്ചതെല്ലാം ആ ബാങ്കിലായിട്ടിരുന്നേ, അതും പോയോ? അപ്പൊ സ്വാമിയുടെ സമ്പാദ്യവും സ്വാഹ. ഓ, എന്റെ പടവാൽ ചാലിൽ ഞാനിതൊക്കെ വാരി അങ്ങ് നിറയ്ക്കും. റീവേഴ്സിനെ കൂട്ടാനുള്ള ഒരു മാർഗമായി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കണോ സതീശ? വൈറ്റിപ്പഴപ്പല്ലേ സ്വാമി? ഒത്തിരി നാളായി നാട്ടിൽ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ട് സ്വാമിയോ തരുന്നില്ല. ഈശ്വരൻ കാത്തു. ആ വിക്രമൻ തമ്പി എനിക്കൊന്ന് കാണണം. അവന്റെ കുരുട്ട ബുദ്ധിയാ എന്നെ ഈ പൈസ ബാങ്കിൽ ഇടിപ്പിച്ചത്. എന്നാ വാ സ്വാമി, ഇന്നൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടിയാലേ യൂട്യൂബിൽ ഞാൻ വൈറലാക്കും. എന്നാ താൻ അവിടെ നിൽക്കുക, ഞാനിപ്പോ വരാം. പ്രിയ പ്രേക്ഷകരെ, കാശി നഷ്ടപ്പെട്ട സ്വാമി തിരുവിക്രമൻ പിള്ളയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒപ്പം പടവാൽ ടീമും. അവിടുത്തെ വിവരങ്ങൾ നിങ്ങൾക്ക് ലൈവായി കാണാവുന്നതാണ്. അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓക്കെ, എന്താടോ കൊടുവാളെ, ഈ പഞ്ചാമൃത സ്വാമിയായിട്ട് എങ്ങോട്ടാ യാത്ര? കൊടുവാളല്ല മെമ്പറെ, പടവാൾ. പടവാൾ, അതാണ് എന്റെ യൂട്യൂബ് ചാനൽ. മെമ്പർ പറ്റ, നാം പഞ്ചാമൃതമല്ല, ഹരിപഞ്ചാനന യോഗീശ്വര സ്വാമികൾ. ഓ തന്നെ, സമ്മതിച്ച്. ആ വിക്രമപിള്ള ചേട്ടനെ എന്തോ അത്യാഹിതം സംഭവിച്ചെന്ന് കോള് വന്നു. ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ. തമ്പിച്ചേട്ടന് അത്യാവശ്യം സംഭവിച്ചോ? അത് ആർക്കുമായിട്ട് വെച്ചൊരു പണിയാണല്ലോ സ്വാമി. മാധവ, മഹാരുദ്രായ, അതും പോയോ? എന്താ സ്വാമി? എന്റെ 5 ലക്ഷമാ ആ തമ്പി എന്ന പരമ ഭക്തന്റെ കൈ കിടക്കുന്നത്. അപ്പൊ അതും സ്വാഹ. ആപത്തിൽ ആഹ്ലാദിക്കാതടോ. ഇവനെ പോലെയുള്ള മാപ്രകളൊക്കെ അങ്ങനെയാ സ്വാമി. ഇവനൊക്കെ നോ ഇമോഷൻസ്, ഓൺലി മോഷൻസ്. ആത്മീയതയിലൂടെ നേടിയതെല്ലാം അന്യകരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ഞാനിതൊന്നും ഓർത്തില്ലല്ലോ എന്റെ മഹാദേവ. എന്നാ ശരി, കാണാം. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. അയ്യോ, അയ്യാ, அம்மா, அடாதம்மா, இவரு போயால் என்ன உங்களுக்கு நான் இருக்கல்லம்மா. ഓ, ദാ പിന്നെയും പോയി. അയ്യോ, അയ്യാ, മലയാളി കൃത്രിമ ശ്വാസം കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കാം ശ്വാസം. അതാകുമ്പോ മലയാളി പുല്ല് പോലെ നിൽക്കും. വീണ്ടും പോയി. അയ്യോ, തമ്പിയാണ് എനിക്ക് വേണ്ടത്. അവനെ ഞാൻ എടുത്തോളാം. അതാണ് വേണ്ടത്, അതാണ് തമ്പിയാണ് വേണ്ടത്. ഇതാണ് എനിക്ക് വാർത്തയാക്കേണ്ടത്. എന്റെ ചാനലിൽ നിന്നൊരു ചാകരയാണ്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വിക്രമപിള്ളക്ക് എന്തെങ്കിലും പറ്റിയോ? ഓ, നീ എന്തോന്ന് കൊണ്ടാ മടിയാ കിടക്കുന്നത് കണ്ടില്ലേ? അയ്യോ, വേദനിപ്പിക്കുന്ന ഒന്നും പറയാനോ? ഗൈസ്, പടവാളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവിക്രമൻ പിള്ളയുടെ വീട്ടിലാണ്. പലഹാര കച്ചവടക്കാരൻ തിരുവിക്രമൻ പിള്ളയുടെ വീട്ടിലാണ്. വലിയൊരു അത്യാഹിതത്തിനാണ് നമ്മൾ സാക്ഷി വഹിക്കുന്നത് സുഹൃത്തുക്കളെ. അവന്റെ ഒരു മൊബൈലിൽ പിടുത്തം. മാധ്യമ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ കൈയെടുത്തേക്കുന്നത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നിന്റെ ഒരു മോദി ഇനി നീ ഇവിടെ കിടന്ന് വാ തുറന്നു നിന്റെ മോന്തയുടെ ഷേപ്പ് കാണിച്ചു മാറ്റും. വിളിച്ചേരട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കും. തമ്പിപ്പിള്ളേ, 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 സോമരസം തരാം. പണം എല്ലാം പോയടിയേ. നമ്മുടെ പണം അത്രയും പോയില്ലേ, എല്ലാം അവന്മാർ കൊണ്ടുപോയില്ലേ. എന്റെ ഭഗവാൻ, ഞാൻ ഇത്രയും കാലം ചൂടുകൊണ്ടപ്പോൾ ഇത്രയും പോയില്ലേ. എന്താ തമ്പിച്ചേട്ടാ ഉണ്ടായത്? അതെന്തോ ലക്ഷങ്ങളല്ലേടോ തന്റെ പാർട്ടിക്കാരായ ബാങ്കുകാരന്മാരെ അടിച്ചോണ്ട് പോയത്. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലേ മുതലാളി ചത്തു മോടി ചെല്ലുമ്പോ പരിപ്പോടെ ആയിട്ടിരുന്നേനെ. നമ്മുടെ എല്ലാം പണമല്ലേ പോയിരിക്കുന്ന മെമ്പറെ. ഇനി എന്താ ഒരു പോംവഴി? ഇത് വഴി അല്ലാതെ എന്ത് പോകാൻ വേണ്ടി? നേരെ നിങ്ങൾ ആ ദിവ്യ കണ്ണൊന്ന് തുറന്നു നോക്കി, ആരാണ് പണം എടുത്തുകൊണ്ട് പോയെന്ന് അറിയാലോ. ഇപ്പൊ കണ്ണടച്ചാലും തുറന്നാലും തന്റെ മുഖമാ തെളിയുന്നത്. എടോ മെമ്പറെ, ഇതിനൊക്കെ താനാണ് സമാധാനം പറയേണ്ടത്. ഞാനാ? എനിക്കിത് എന്ത് കാര്യം? ഞാനല്ലല്ലോ പൈസ അടിച്ചോണ്ട് പോയത്. നീ പറഞ്ഞിട്ടില്ലടോ, ഞങ്ങളുടെ ബാങ്കിൽ കൊണ്ട് പൈസ ഇട്ട്. അയ്യേ വിടുവില്ലേ, കേന്ദ്രത്തിൽ പിടിച്ചുള്ള കളിയൊന്നും വേണ്ട.
നിങ്ങളെ പണം വേണേ ബാങ്കിൽ പോയി ചോദിക്കും. അളിയാ വിട് വിട്. എന്തിനു പിള്ളേര് മെമ്പറേ, നിങ്ങളെ പാർട്ടിയല്ലേ ഈ ബാങ്ക് ഭരിക്കുന്നത്, അതുകൊണ്ട് താൻ കൂടെ സമാധാനം പറഞ്ഞേ പറ്റൂ. അറിയോ? പോവേ ആ മെമ്പറെ മര്യാദക്കല്ലോ പണം മേടിച്ചു തന്നോ, ഇല്ലെങ്കിൽ നിന്റെ ചീട്ട് ഞാൻ കീറും. എടോ കോഞ്ഞാട്ടപ്പിള്ളേ, തന്റെ ചീട്ട് ഞാനും കീറും. താനാണ് എന്നെ നിർബന്ധിച്ച് അവിടെ പണം കൊണ്ട് ഇടിയിപ്പിച്ചത്. പറ്റിപ്പോയി സ്വാമി. അപ്പോൾ എന്റെ പൈസ ഗോവിന്ദ, എന്റെ പഞ്ചവർണ്ണം എന്ത് സ്വാമി? പിള്ളേ, ഒന്നിനും ഞാൻ വെറുതെ വിട്ടേക്കത്തില്ല. നിന്നെ എല്ലാം ഞാൻ നശിപ്പിക്കും. തത്തേ, പഞ്ചവർണ്ണ തത്തേ, എനിക്ക് ശക്തി തരൂ. എല്ലാത്തിനെയും ശപിച്ച് ഭസ്മമാക്കാനുള്ള ശക്തി തരൂ. പഞ്ചവർണ്ണ തത്തേ, കലിയുഗ സ്വാമിയാണ് പറയുന്നത്. കലിയുഗ സ്വാമിയാണോ? കലി കൊണ്ട് തുള്ളുകയല്ലേടോ, അതാണ് കലിയുഗ സ്വാമി. അല്ല, എല്ലാരും കൂടെ ഇവിടെ ഇങ്ങനെ കൂടി നിന്നിട്ട് കാര്യമുണ്ടാ? പോയ കാശ് തിരിച്ചു വരുമോ? പോയി ഉപരോധിക്കണേ. അതെ, ഉപരോധിക്കണം. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നത് ബാങ്കിനെയും ജീവനക്കാരെയും ഉപരോധിക്കണം. അതാണ് വേണ്ടത്. മെമ്പർ സ്വാമി മുന്നിൽ നിൽക്കട്ടെ. ഞാനില്ല, എന്റെ പാർട്ടി പുറത്താക്കും. കേറ് മുമ്പിൽ നിൽക്കടാ, നീ ആളെ കൊള്ളാലോ. വാ, ഇങ്ങനെ കയറിയില്ലേ? നിക്ക് 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 നിക്ക്. ആരും പോകരുത്, ആരും പോകരുത്. സുഹൃത്തുക്കളെ കാണുക, നമ്മുടെ തവളക്കുഴി ബാങ്കിലേക്ക് നമ്മുടെ സമരത്തിനായി മെമ്പർ സുഗുണനുണ്ട്, തമ്പി അദ്ദേഹമുണ്ട്, ഷൺമുഖ ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ നാടിന്റെ ആത്മീയ മുഖമായ ഹരിവഞ്ചനാനന്ദ സ്വാമിയുണ്ട്. ഈ സമരം നയിക്കാനായിട്ട് ഇവർ ഈ തവളക്കുഴി ബാങ്കിലേക്ക് പുറപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, പുറപ്പെടുകയാണ്. ഞാനില്ല. അതെന്താ സ്വാമി വരാറ്? നോം ഇവിടെ തമ്പിപ്പിള്ളയുടെ വീട്ടിൽ ഇരുന്ന് ഉപരോധിച്ചോളാം. നിങ്ങൾ എല്ലാരും പോയിട്ട് വരൂ. മംഗളം വഹന്തു. നമുക്ക് നടക്കാതെയാ. വാ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളെ ബേക്കറി ശാന്തിയുടെ കാര്യമാണ് പറയുന്നത്. ഒരു പരുവത്തിന് ഞാൻ അവിടെ വളച്ചോണ്ട് വന്നു. അവിടെ ഞാൻ വളച്ചെടുത്തു. എന്റെ വേണ്ട 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 വേണ്ട, നമുക്ക് പോവാം. വാ, വാ, വാ. ഭക്തി, നമുക്ക് ഉപരോധിക്കാൻ സമയമായി. കുടിക്കാൻ സംഭാരമോ പാലോ സോമരസമുണ്ടെങ്കിൽ അതുമാവാം. ശരി സ്വാമി. എന്റെ പഞ്ചവർണ്ണ തത്തേ,